ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡും സംശയ നിഴലിൽ ആയതോടെ PS പ്രശാന്ത് പുറത്തേക്ക്. തീരുമാനം നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. പുതിയ പ്രസിഡന്റായി SP ദീപകിന് മുൻഗണന. A സമ്പത്തും TK ദേവകുമാറും പരിഗണനയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. മരിച്ചത് കൊല്ലം പന്മന സ്വദേശി വേണു. അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചെങ്കിലും നടത്തിയില്ലെന്നും ആക്ഷേപം. നായയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും തന്നെ നോക്കിയില്ല എന്ന് വേണുവിന്റെ ശബ്ദ സന്ദേശം. എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തന്നെ പരിശോധിക്കുമ്പോൾ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. രോഗി ശസ്ത്രക്രിയ നടത്താവുന്ന അവസ്ഥയിൽ ആയിരുന്നില്ല എന്ന് ആശുപത്രി സൂപ്രണ്ട്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി കുടുംബം. ചികിത്സാ പിഴവ് പരാതിയിൽ ആരോഗ്യ വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ്. മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇര. ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും VD സതീശൻ. മെഡിക്കൽ കോളേജിലും കൊല്ലത്തും ഉപരോധ സമരവുമായി കോൺഗ്രസ്. ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 30% കടന്ന പോളിംഗ്. ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് ബഗുസുരയിൽ. വോട്ട് രേഖപ്പെടുത്തി നിതീഷ് കുമാറും ലാലു പ്രസാദും അടക്കം പ്രമുഖർ. ഉയർന്ന പോളിംഗ് ശതമാനം NDAക്ക് അനുകൂലമെന്ന് പ്രധാനമന്ത്രി. ജനാധിപത്യം സംരക്ഷിക്കാൻ വോട്ട് ചെയ്യണമെന്ന് പ്രിയങ്ക ഗാന്ധി. വോട്ട് ചെയ്തെന്ന് സ്ഥിരീകരിച്ചു ഹരിയാനയിലെ വോട്ട് ചോരി ആരോപണത്തിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച പിങ്കിയും സ്വീറ്റിയും. വോട്ട് രേഖപ്പെടുത്തിയത് 2012 തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചെന്ന് സ്വീറ്റി. വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം എങ്ങനെ വന്നെന്നറിയില്ല. ഇന്ത്യയിൽ വോട്ട് ക്രമക്കേടിന് തന്റെ ഫോട്ടോ ഉപയോഗിച്ചത് വിചിത്രമെന്ന് ബ്രസീലിയൻ മോഡൽ ലാരിസ. മതപരിവർത്തനം ആരോപിച്ചു മലയാളി വൈദികൻ അറസ്റ്റിൽ. റാത്തലം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ഫാദർ ഗോഡ്വിനെ. മതപരിവർത്തനാരോപണം വ്യാജമെന്ന് CSI സഭ. FIRൽ വൈദികന്റെ പേരുപോലുമില്ലെന്നും നിയമ പോരാട്ടം തുടരുമെന്നും സഭാ സെക്രട്ടറി TT പ്രവീൺ. അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മൂമ്മ അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതം നടത്തി റോസ്ലി. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്നും കണ്ടെടുത്തു. പത്തനംതിട്ടയിൽ സൈബർ തട്ടിപ്പ്. പൊളിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ. പൊളിച്ചത് വെർച്വൽ അറസ്റ്റിലൂടെ വീട്ടമ്മയുടെ പണം തട്ടാനുള്ള ശ്രമം. തിരുവല്ല സ്വദേശിയായ 68-കാരിയെ തട്ടിപ്പ് സംഘം വെർച്വൽ അറസ്റ്റിൽ വെച്ചത് 2 ദിവസം. തട്ടിയെടുക്കാൻ ശ്രമിച്ചത് 21 ലക്ഷത്തിലധികം രൂപ. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ പ്രതിഷേധം കനക്കുന്നു. സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ച് കർഷക മോർച്ച. ഉദ്യോഗസ്ഥരെ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ.
തൃശൂർ വിയൂരിൽ നിന്ന് കൊടും കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ 3 തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ. നടപടി ബന്തൽഗുഡി SI നാഗരാജൻ അടക്കം 3 പേർക്കെതിരെ പ്രതിയെ കണ്ടെത്താനുള്ള ചുമതല ക്യൂ ബ്രാഞ്ചിന് കൈമാറി. കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ വിമത പ്രതിസന്ധി. പല സീറ്റുകളിലും അവകാശവാദവുമായി നേതാക്കൾ. സീറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭീഷണി. വിമത സ്വരമുയർത്തുന്നവരെ ലക്ഷ്യമിട്ട് CPIM-ഉം BJP-യും. പാലക്കാട് പട്ടാമ്പി നഗരസഭയിൽ LDF പ്രതിസന്ധിയിൽ. വൈസ് ചെയർമാൻ TP ഷാജി ഇന്ന് കോൺഗ്രസിൽ ചേരും. V4 പട്ടാമ്പി നേതാവ് ഷാജിക്ക് KPCC ആസ്ഥാനത്ത് സ്വീകരണം. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നതിൽ V4 പട്ടാമ്പിയിലും അതൃപ്തി. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള UDF സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കും. 50 സീറ്റിൽ കോൺഗ്രസും 24 സീറ്റിൽ ലീഗും മത്സരിക്കുന്നതിന് ധാരണ. CMP 1 സീറ്റിൽ മത്സരിക്കും. അധികമായി 1 സീറ്റ് കൂടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക വീണ്ടും താഴേക്ക്. 300 കടന്ന സൂചിക. ജാഗ്രത പാലിക്കണം എന്ന് കേന്ദ്ര സർക്കാർ. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ഇടത് സഖ്യത്തിന് മുന്നേറ്റം. ജനറൽ സെക്രട്ടറി, സെക്രട്ടറി സ്ഥാനങ്ങളിൽ ലീഡ് തിരികെ പിടിച്ച് ABVP. ജനുവരി 1-ന് അധികാരമേറ്റ് പുതുയുഗത്തിന് തുടക്കമിടുമെന്ന് നിയുക്ത ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി. വിലക്കയറ്റം നിയന്ത്രിക്കുമെന്നും തൊഴിലാളികൾക്ക് അനുകൂലമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്നും ഉറപ്പു നൽകി സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശം. ന്യൂയോർക്കിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന നിലപാട് മാറ്റി ഡൊണാൾഡ് ട്രംപ്. മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ന്യൂയോർക്കിലെ ജൂതരോട് നാട്ടിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത് ഇസ്രയേൽ പ്രവാസികാര്യമന്ത്രി. ന്യൂയോർക്കിന്റെ താക്കോൽ ഹമാസ് അനുഭാവിക്ക് കൈമാറിയെന്ന് അമിത്ഷായ് ചിക്ലി. ജൂത അഭയാർത്ഥികൾക്ക് കാലങ്ങളായി അഭയം നൽകിയ നഗരത്തിന്റെ അടിത്തറ ഇളകിയെന്നും ഇസ്രയേൽ മന്ത്രി. ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വ്യാപക അക്രമം. ചിറ്റഗോങ്ങിൽ BNP സ്ഥാനാർത്ഥി എർഷാദ് ഉള്ളയ്ക്ക് വെടിയേറ്റു. കോമില്ലയിലെ സ്ഥാനാർത്ഥിയുടെ വീടിന് തീയിട്ടെന്നും റിപ്പോർട്ട്. അക്രമികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി സർക്കാർ. ഫിലിപ്പീൻസിൽ കൽമേഗി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 114 കടന്നു. കാണാതായവർക്കായി തെരച്ചിൽ. 2 ലക്ഷത്തിലധികം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ദക്ഷിണ ചൈന കടലിലേക്ക് നീങ്ങുന്ന കൽമേഗി നാളെ വിയറ്റ്നാം തീരം തൊടും. സുഡാനിൽ ആഭ്യന്തര കലാപത്തിൽ 40 പേർ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. വടക്കൻ കൊർഡോഫൻ പ്രവിശ്യയിൽ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഡ്രോൺ ആക്രമണം. നിരവധി പേർക്ക് പരിക്ക്. മേഖലയിൽ സ്ഥിതിഗതികൾ വഷളാകുന്നുവെന്ന് UN. ദക്ഷിണ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചു ഇസ്രയേൽ. വിവിധയിടങ്ങളിൽ കനത്ത വ്യോമാക്രമണം. ഹമാസിന്റെ നാശം കാണും വരെ ആക്രമണം എന്ന് ഇസ്രയേൽ ഖാറ്റ്സ്. ഗസയെ നിരായുധീകരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ന് മുംബൈ സിറ്റിക്കെതിരെ നിർണായക പോരാട്ടം. സമനില നേടിയാലും ബ്ലാസ്റ്റേഴ്സ് അവസാന 4-ൽ. മത്സരം വൈകിട്ട് 7:30 ഗോവ ഫറ്റോദയിൽ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യ. 4-ാം മത്സരം ഇന്ന് ക്വീൻസ്ലാൻഡിൽ. ജയിച്ച ടീമിൽ മാറ്റത്തിന് സാധ്യത കുറവ്. സഞ്ജു കളിക്കുമോ എന്ന കാര്യം സംശയം. മത്സരം ഉച്ചയ്ക്ക് 1:45 മുതൽ. ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി. ജയം 1-നെതിരെ 4 ഗോളുകൾക്ക്. ബാഴ്സലോണയ്ക്കും ചെൽസിക്കും സമനില. ജയം തുടർന്ന് ഇന്റർ മിലാൻ.